ധന്യ, ഈ രാഹുൽ ഗാന്ധിയെ ചുറ്റിപ്പറ്റിയിട്ടുള്ള പല വാർത്തകളും പലയിടത്തും പ്രചരിക്കുന്നുണ്ട്. അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അദ്ദേഹം ചില രാജ്യങ്ങളിൽ നടത്തുന്ന സ്വകാര്യ സന്ദർശനം, പിന്നെ ചില സോഷ്യൽ മീഡിയകളിൽ അദ്ദേഹത്തിന് ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്. പല പല രീതിയിലും പല പോസ്റ്റുകളാണ് വരാറ്. ചിലപ്പോൾ കാണുന്ന വ്യക്തിയായിരിക്കില്ല അടുത്ത പോസ്റ്റിൽ കാണുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധിയെ ഉടനെ പിടിച്ച് കല്യാണം കഴിപ്പിക്കുക എന്നുള്ളത് പലരുടെയൊക്കെ എന്തോ പറയുക ജീവിതാഭിലാഷം പോലെ ഇങ്ങനെ കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പലരുമായി പുലർത്തുന്ന ബന്ധം, അത് വ്യക്തിബന്ധമാകാം, സൗഹൃദമാകാം, എന്തുമാകാം, അത് വലിയ രീതിയിൽ ചർച്ചകൾക്ക് വഴി തുറന്നു വിടാറുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ആക്ഷേപം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് വ്യക്തിബന്ധമുള്ള ഒരു സ്ത്രീ, അവർ ഒരു വിദേശിയാണ്, അവർക്ക് പാകിസ്ഥാൻ ബന്ധമുണ്ടെന്നൊക്കെ പറയപ്പെടുന്നു. എന്താണ് അതിൻ്റെ സംഗതി? ഇത് ഉന്നയിച്ചിരിക്കുന്നത് ആസാം മുഖ്യമന്ത്രി ഹിമന്ത് വിശ്വ ശർമ്മയാണ്. അദ്ദേഹം പറയുന്നത് കോൺഗ്രസ് എം പി ഗൗരവ് ഗൊഗോയ്, അദ്ദേഹത്തിന്റെ ഭാര്യയാണ് രാഹുൽ ഗാന്ധിയുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള വ്യക്തി. ഈ ഗൗരവ് ഗൊഗോയും രാഹുൽ ഗാന്ധിയും അടുത്ത സുഹൃത്തുക്കളാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയുമായും രാഹുൽ ഗാന്ധിക്ക് അടുത്ത ബന്ധമുണ്ട്. അവരുടെ പേര് എലിസബത്ത് കോൾബോൺ എന്നാണ്. അവരൊരു ബ്രിട്ടീഷ് പൗരത്വമുള്ള ആളാണ്. അപ്പോൾ ഹിമന്ത് വിശ്വ ശർമ്മ ആരോപിക്കുന്നത് പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഒരു NGOയിൽ നിന്ന് ശമ്പളം വാങ്ങുന്നുണ്ട് ഈ എലിസബത്ത് കോൾബോൺ എന്ന് പറയുന്ന കോൺഗ്രസ് MP ഗൗരവ് ഗൊഗോയിയുടെ ഭാര്യ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഒരു NGOയിൽ നിന്ന് ശമ്പളം വാങ്ങുന്നുണ്ട്. ഇതാണ് അദ്ദേഹത്തിന്റെ ആരോപണം. എന്തിനാണ് ഈ ശമ്പളം വാങ്ങുന്നത്, എന്ത് പ്രവർത്തനമാണ് ഈ NGOയ്ക്ക് ഈ എലിസബത്ത് നൽകിയത് എന്ന് വിശദമാക്കാൻ ഗൗരവ് ഗൊഗോയിക്ക് കഴിയുമോ എന്നാണ് ഹിമന്ത് വിശ്വ ശർമ്മ വെല്ലുവിളിക്കുന്നത്. ഗൗരവ് ഗൊഗോയിയുടെ ഭാര്യ അത് ബ്രിട്ടീഷ് പൗരത്വമുള്ള വനിത, അവർ ഇന്ത്യയിലാണ് താമസിക്കുന്നത്. അവർക്ക് പാകിസ്ഥാനുമായിട്ട് അല്ലെങ്കിൽ ആ രീതിയിൽ അവരിൽ നിന്ന് വേതനം പറ്റുന്നു. അതെ. അപ്പോൾ രാഹുൽ ഗാന്ധിയായിട്ട് അവർക്കുള്ള ബന്ധം എന്താ? രാഹുൽ ഗാന്ധി ഇവരുടെ സുഹൃത്താണ്, ഇവരുടെ രണ്ടുപേരുടെ സുഹൃത്താണ്. അപ്പൊ രാഹുൽ ഗാന്ധി പലപ്പോഴും ഈ പാകിസ്ഥാനുമായുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളാണ്. പക്ഷേ കോൺഗ്രസിന്റെ ഒരു MPയുടെ ഭാര്യയ്ക്ക് പാകിസ്ഥാൻ NGOയുമായി ബന്ധമുണ്ടായിട്ട് എന്തുകൊണ്ടാണ് അതിനെക്കുറിച്ച് കൃത്യമായി അന്വേഷിക്കാത്തതും നടപടി സ്വീകരിക്കാത്തതും എന്നാണ് ഹിമന്ത് വിശ്വ ശർമ്മ ചോദിക്കുന്നത്. മാത്രമല്ല, ഈ എലിസബത്ത് കോൾബോർ എന്ന് പറയുന്ന ഈ സ്ത്രീ, അവർ 15 ദിവസം പാകിസ്ഥാനിൽ പോയിരുന്നു എന്നുള്ള ആരോപണവും, അത് വലിയ ഗുരുതരമായ ആരോപണമാണ്. ഒരു കോൺഗ്രസ് MPയുടെ ഭാര്യയാണ്. അവര് ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചിട്ടില്ല ഇതുവരെ, ബ്രിട്ടീഷ് പൗരയാണ്. പക്ഷെ അവർ താമസിക്കുന്നത് ഇന്ത്യയിലാണ്. അവരുടെ 2 മക്കളും അവരും ഇപ്പോഴും ബ്രിട്ടീഷ് പൗരയായി തന്നെയാണ് തുടരുന്നത്. അവർ ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് എന്തിനാണ് പാകിസ്ഥാനുമായുള്ള ഒരു ബന്ധം കാത്തു സൂക്ഷിക്കുന്നത് എന്നാണ് ഇവർ ഈ ഹിമന്ത് വിശ്വ ശർമ്മ ചോദിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പല ആരോപണങ്ങളും ഉണ്ടായിരുന്നു. ഇനി ഈ എന്താണ് ഈ ഗൗരവ് ഗൊഗോയും ഹിമന്ത് വിശ്വ ശർമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങൾ? വ്യക്തിപരമായി ഇവർ തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ട്. അത് കൽക്കരി കുംഭകോണവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് വ്യക്തിപരമായി ഇവർ തമ്മിൽ പ്രശ്നമുള്ളത്. ആ വിഷയം അസമിലെ അനധികൃത കൽക്കരി ഖനനത്തെക്കുറിച്ചുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇവർ രണ്ടുപേരും തമ്മിൽ വ്യക്തിപരമായ പല പരാമർശങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയിട്ടുണ്ട്. അതിൽ അസമിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, അതായത് ED, അനധികൃത കൽക്കരി ഖനന ശൃംഖലയെ തുറന്നു കാട്ടിയതായി ഗൗരവ് ഗൊഗോയി പറയുന്നു. അനധികൃതമായി ഈ അസമിൽ മുഖ്യമന്ത്രിയാക്കുന്നത് ഹിമന്ത് വിശ്വ ശർമ്മയില്ല. അപ്പോൾ അവിടുത്തെ അനധികൃത കൽക്കരി ഖനനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ED തുറന്നു കാട്ടിയിട്ടുണ്ട്. മാത്രമല്ല, ED 1.58 കോടി രൂപയുടെ പണവും വ്യാജ ബില്ലിങ്ങും കണ്ടെത്തി. അസമിൽ പ്രതിദിനം 1200 ടൺ അനധികൃത കൽക്കരി ഖനനം നടത്തുന്നുണ്ട്. അനധികൃത ഖനനം നിരന്തരം നിഷേധിച്ച മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെയാണ് ED ഇത്തരം കാര്യങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ള ഗൗരവമായ ഒരു ആരോപണം ഗൗരവ് ഗൊഗോയി ആരോപിച്ചിരുന്നു. ഇതിന് മറുപടിയായി വിശ്വ ശർമ്മ പറഞ്ഞത്, ഒരു വശത്ത് നിങ്ങളുടെ രാഹുൽ ഗാന്ധിക്ക് EDയെ വിശ്വാസമില്ല, മറുവശത്ത് നിങ്ങൾ EDയെ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളിൽ ആരാണ് യഥാർത്ഥത്തിൽ EDയെ വിശ്വസിക്കുന്നതും അവിശ്വസിക്കുന്നതും എന്ന് കൃത്യമായി പറഞ്ഞ് മുന്നോട്ട് പോവുക എന്നതാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, ഈ ഗൊഗോയിയുടെ ഭാര്യയുടെ ISI ബന്ധം അന്വേഷിക്കാൻ ഒരു SIT രൂപീകരിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 17, അതായത് 2025 ഫെബ്രുവരി 17 ഗൊഗോയിയുടെ ഭാര്യയ്ക്ക് ISയുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ച്
അസം പോലീസ് ഒരു FIR ഫയൽ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ചില സോഷ്യൽ മീഡിയ അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അതായത് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളെ കുറിച്ച് ഒരു പാകിസ്ഥാൻ ആസൂത്രണ കമ്മീഷന്റെ സ്ഥിരം ഉപദേഷ്ടാവായ അലി തൗഹീർ ഷെയ്ഖ്, ഇദ്ദേഹം ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളെ കുറിച്ച് സ്ഥിരമായി സോഷ്യൽ മീഡിയയിൽ അഭിപ്രായങ്ങൾ പങ്കുവെക്കാറുണ്ട്. ഇയാൾക്ക് ഈ ഗഗോയിയുടെ ഭാര്യയുമായി ബന്ധമുണ്ട് എന്നുള്ള ആരോപണമാണ് ഉന്നയിക്കപ്പെടുന്നത്. ഈ ബന്ധത്തെ കുറിച്ച് അന്വേഷിക്കാനാണ് SIT കേസെടുത്തതും പോലീസിൽ പരാതി നൽകിയതും ഒക്കെ. അതായത് ഈ പാകിസ്ഥാൻ ഉപദേഷ്ടാവുമായിട്ടുള്ള ഇവരുടെ ബന്ധം ഇത് അന്വേഷിക്കുന്നതിനുമായി ബന്ധപ്പെട്ടാണ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് ആസാം പോലീസ് സ്റ്റേഷനിൽ. എന്ത് അന്വേഷണത്തിനും തയ്യാറാണെന്നാണ് ഗൗരവ് ഗഗോയി പറയുന്നത്. എന്ത് വേണമെങ്കിലും നിങ്ങൾ അന്വേഷിച്ചോ, ആ അന്വേഷണത്തിനൊക്കെ ഞങ്ങൾ തയ്യാറാണ്. ഞാനും എൻ്റെ പാർട്ടിയും ഏത് അന്വേഷണത്തിനും തയ്യാറാണ്. BJPക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിനെ കുറിച്ച്, അതായത് തന്റെ ഭാര്യയെക്കുറിച്ച് അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് BJP പറയുന്നത്, അതുകൊണ്ട് താൻ അവർക്കെതിരെ പരാതി നൽകും എന്നാണ് ഇപ്പൊ കോൺഗ്രസ് പറയുന്നത്. പക്ഷെ ഇതുവരെ അദ്ദേഹം പരാതി നൽകിയിട്ടില്ല. വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് BJP ഉന്നയിച്ചത്. ഭാര്യയ്ക്ക് പാകിസ്ഥാൻ ബന്ധമുണ്ട്, പാകിസ്ഥാനിലെ തന്നെ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളെ കുറിച്ച് പാകിസ്ഥാൻ സോഷ്യൽ മീഡിയയിൽ സ്ഥിരം എഴുതുന്ന ഒരാളുമായി ഇവർക്ക് ഏറ്റവും അടുത്ത ബന്ധമുണ്ട്, ISI ബന്ധമുണ്ട് എന്നുള്ള ആരോപണം വളരെ ഗുരുതരമായി BJP ഉന്നയിച്ചിട്ടും എന്തുകൊണ്ട് കോൺഗ്രസും ഗൗരവ് ഗഗോയിയും ഒരു പരാതി BJPക്കെതിരെ നൽകുന്നില്ല എന്നുള്ള ഒരു ചോദ്യം ഇവിടെ ഗൗരവമായി വരുന്നുണ്ട്. ഇനി മാത്രമല്ല, ഈ ഗൗരവ് ഗഗോയി ഭാര്യ, ഈ പാകിസ്ഥാൻ ഉപദേഷ്ടാവ്, ഇവർക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ ഇങ്ങനെയാണ്. പാകിസ്ഥാൻ സർക്കാർ രൂപീകരിച്ച കമ്മിറ്റികളിൽ അലി തൗബീർ ഷെയ്ഖ് നിരവധി സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. അതായത് ഈ ഗൗരവ് ഗഗോയിയുടെ ഭാര്യയുമായി ബന്ധമുള്ള പാകിസ്ഥാനിലെ നിരവധി സ്ഥാനങ്ങൾ അവിടെ തന്നെ വഹിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷ് പൗരയും ആസാം MP ഗൗരവ് ഗഗോയിയുടെ ഭാര്യയുമായ എലിസബത്ത് ഗഗോയുമായി ഷെയ്ഖ് ബന്ധപ്പെട്ടിരുന്നു. അന്നത്തെ അസാം മുഖ്യമന്ത്രി തരുൺ ഗൊഗോയിയുടെ മകൻ ഗൗരവ് ഗൊഗോയിയെ എലിസബത്ത് വിവാഹം കഴിക്കാൻ പോകുമ്പോൾ മുഖ്യമന്ത്രിയുടെ വസതിയിൽ വരാനും പോകാനും ഷെയ്ഖിന് പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഗൗരവ് ഗൊഗോയിയുടെ പിതാവ് പരേതനായ തരുൺ ഗൊഗോയി സംസ്ഥാന മുഖ്യമന്ത്രിയായിരിക്കെ പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ISI മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ചിരുന്നു. ഒരു ഇന്ത്യൻ പൗരനുമായുള്ള വിവാഹത്തിന് 12 വർഷത്തിന് ശേഷവും എലിസബത്ത് ഇതുവരെ ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കാത്തത് എന്തുകൊണ്ട്? ലോക്സഭാ MP ഗൗരവ് ഗൊഗോയിയുടെ ഭാര്യ എലിസബത്ത് ഗൊഗോയിയുടെ ബോസാണ് അലീഷി. ബ്രിട്ടീഷ് പൗരയായിരുന്നിട്ടും എലിസബത്ത് ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പുകളിൽ പങ്കെടുത്തു. കേന്ദ്ര സർക്കാർ ഈ വിഷയം അന്വേഷിക്കണം. ചരിത്രപരമായി ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും പ്രവർത്തിക്കുന്ന ISIയുടെയും മറ്റ് ഭീകര സംഘടനകളുടെയും ശക്തി കേന്ദ്രമാണ് ആസാം. ഇത് ഹിമന്ത് വിശ്വ ശർമ്മ പറയുന്നത്. ഇനി ഗഗോയിയുടെ ഭാര്യ എലിസബത്ത് കോൾബേൺ ആരാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. എലിസബത്ത് കോൾബേൺ ബ്രിട്ടനിൽ നിന്നുള്ള ആളാണ്. ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്ന് ഇന്റർനാഷണൽ പൊളിറ്റിക്കൽ എക്കണോമിയിൽ ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ട്. 2010 ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടേറിയറ്റിൽ ഒരു കമ്മിറ്റിയിൽ ഇന്റേൺഷിപ്പ് ചെയ്യുമ്പോഴാണ് എലിസബത്ത് ഗൗരവ് ഗൊഗോയിയെ കണ്ടുമുട്ടുന്നത്. 2013 ഗൗരവ് ഗൊഗോയി ഡൽഹിയിൽ വെച്ച് എലിസബത്തിനെ വിവാഹം കഴിച്ചു. അവർ ഡൽഹിയിലാണ് താമസിക്കുന്നത്. അപ്പൊ ഇവരുടെ പാകിസ്ഥാൻ ബന്ധത്തെക്കുറിച്ച് അന്വേഷിക്കാനാണ് ഹിമന്ത് വിശ്വ ശർമ്മ ഇപ്പോൾ മുന്നിട്ടിറങ്ങുന്നത്. മറ്റൊന്നുകൂടി അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഇത്രയൊക്കെ ആരോപണങ്ങൾ ഞാൻ ഉന്നയിച്ചിട്ടും അതിൽ തെറ്റുണ്ട് എങ്കിൽ, അത് വാസ്തവ വിരുദ്ധമാണ് എങ്കിൽ എന്തുകൊണ്ടാണ് 2025 സെപ്റ്റംബർ 10-ാം തീയതിയാണ് അദ്ദേഹം ഈ ആരോപണം ഉന്നയിക്കുന്നത്? ഇത്രയും ദിവസമായിട്ടും എന്തുകൊണ്ട് കോൺഗ്രസ് ഇതിൽ പരാതി നൽകുന്നില്ല എന്ന വലിയൊരു ആരോപണം കൂടി, അല്ലെങ്കിൽ വലിയൊരു ചോദ്യം കൂടി ചോദിച്ചുകൊണ്ടാണ് ഈ പരാമർശത്തെ ഹിമന്ത് വിശ്വ ശർമ്മ അവസാനിപ്പിക്കുന്നത്.